ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ അതിഥിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, 2 പുതിയ മുയൽക്കുട്ടന്മാരെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലൊരാളാണ് ദൈപ്പേൻ്റെ മടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അലങ്കാര പക്ഷികളെ ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരാൾക്കാരാണ് മൈറ്റ്സ്. അപ്പോൾ ഈ മൈറ്റ്സിൻ്റെ പ്രശ്നം നമ്മുടെ പല ഏവിയറീസിലും ഉണ്ടാവാറുണ്ട്. ഈ മൈറ്റ്സ് എന്താണെന്നും ഇപ്പോൾ ഈ മൈറ്റ്സ് നമ്മളെ ഏവിയറിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോ ഇത്തിരി ലെങ്തി ആയിട്ട് തോന്നും. അതിനകത്ത് ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിളികളെ വളർത്തുന്നവർക്കും അതുപോലെ ഇനി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പേനിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പേനെന്ന് പറഞ്ഞാൽ ലൈസ് എന്നാണ് പറയുക. അപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു മെഡിസിൻ്റെ കാര്യവും അല്ലെങ്കിൽ അതിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏവിയൻ ഇൻസെക്ട് ലിക്വിഡേറ്ററിനെ പറ്റി കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈസ് പോലെ തന്നെ ഉണ്ടാകുന്ന വളരെ ഹാംഫുള്ളായിട്ടുള്ള സാധനമാണ് മൈറ്റ്സ്. പക്ഷേ ഈ മൈറ്റ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അവർക്കും 8 കാലൊക്കെയുള്ള ചിലന്തിയെ പോലെ ഇരിക്കുന്ന മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവികളാണ്. നമുക്ക് നേരിട്ട് അവരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. വളരെ മൈന്യൂട്ടായിട്ടുള്ള ജീവികളാണ്. ഇവരും നമ്മുടെ പക്ഷികളുടെ ശരീരത്തിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. ഇത് പക്ഷിയുടെ ശരീരത്തിരുന്നിട്ട് അവരുടെ രക്തം കുടിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ തോലൊക്കെ ഭക്ഷിക്കുന്നുണ്ടാവും. അവരുടെ സ്കിന്നൊക്കെ ഭക്ഷിച്ച് അവർ ജീവിക്കുക. അതുപോലെ തന്നെ പക്ഷികളുടെ ഫെതേഴ്സിൻ്റെ ബേസിൽ അവർ നിന്നിട്ട് ഫെതറിൻ്റെ ഇതെല്ലാം എടുത്ത് ഭക്ഷിക്കുന്നുണ്ടാവും. ലാസ്റ്റ് അവർക്ക് ഈ പക്ഷികളുടെ ഈ ഫെതറിൻ്റെ ഫോളിക്കിൾസ് എല്ലാം നഷ്ടപ്പെട്ട് ഫെതറെല്ലാം നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇവരുടെ ശരീരത്തിൽ ജീവിക്കുന്ന പാരസിറ്റിക് ആയിട്ടുള്ള ജീവികളാണ് ഈ മൈറ്റ്സ്. ശരിക്കും ഈ മൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ടൈപ്പ് മൈറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മളെ പക്ഷികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന 3 ടൈപ്പ് മൈറ്റ്സാണുള്ളത്. അപ്പോൾ ആ 3 ടൈപ്പ് ബേർഡ് മൈറ്റ്സിനെ പറ്റി ആദ്യം പറയാം. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പാണ് സ്കെയിലി ഫേസ് മൈറ്റ്സ്. അപ്പോൾ ഈ സ്കെയിലി ഫേസ് മൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് ബാധിക്കുന്നത് ബഡ്ജീസ്, അതുപോലെ ഫിഞ്ചസ്, പിന്നെ കാനറീസ്, ഇവരെയൊക്കെയാണ് മെയിനായിട്ട് ബാധിക്കുക. അതുപോലെ തന്നെ ഇതിനെ നമ്മുടെ പാരറ്റ്സിനെയും അല്ലെങ്കിൽ ആഫ്രിക്കൻ ലവേഴ്സിനെയും ബാധിക്കാറുണ്ട്. പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഈ ബഡ്ജീസിലൊക്കെയാണ് ഇവരുടെ എഫക്റ്റ് വളരെ കൂടുതലായിട്ട് വരുന്നത്. ഈ എഫക്റ്റ് കൂടുതലായിട്ട് വരാൻ കാരണം ഈ ബഡ്ജീസ്, ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ചെറിയ പക്ഷികളാണ്. ചെറിയ പക്ഷികളാകുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കുറച്ചുകൂടെ കുറവായിരിക്കും. കുറച്ചുകൂടെ വലിയ പക്ഷികളാവും തോറും ഈ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നുണ്ടാവും. ഇമ്മ്യൂണിറ്റി പവർ കൂടിക്കഴിഞ്ഞാൽ ഈ മൈറ്റ്സിനെതിരെ അവർക്കൊരു പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ ഈ സ്കെയിലി ഫേസ് മൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്കെയിലി ഫേസ് മൈറ്റ്സ് അതിൽ തന്നെ പറയുന്നുണ്ട്, മുഖത്ത് വരുന്ന മൈറ്റ്സാണ്. അത് സ്കെയിൽസ് പോലെ ഇരിക്കും. സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പാമ്പിൻ്റെ പുറത്ത് അവരുടെ അല്ലെങ്കിൽ ഈ മീനിൻ്റെ പുറത്ത് ചെതുമ്പലുള്ളതുപോലെ പക്ഷികളുടെ പുറത്ത് ക്രസ്റ്റ് കണക്ക് ഫോം ചെയ്യും. അപ്പോൾ ഈ ഇവരുടെ ബീക്സിൻ്റെ പുറത്ത് ചെറിയ ക്രസ്റ്റി ലൈക്ക് ഫോർമേഷൻ ആയിരിക്കും ആദ്യം വരിക. ഈ ക്രസ്റ്റി ലൈക്ക് ഫോർമേഷൻ പിന്നീട് അതിങ്ങനെ വളർന്ന് ലാസ്റ്റ് അവരുടെ ബീക്കിനെ തന്നെ ഇല്ലാണ്ടാക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ക്രസ്റ്റി ലൈക്ക് ഫോർമേഷന് നമ്മളൊന്ന് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ ഹോളുകൾ കാണും. ഈ ഹോൾ വഴിയായിരിക്കും ഈ മൈറ്റ്സ് പുറത്തേക്കും അകത്തേക്കൊക്കെ വരാം. ഇവരങ്ങനെ തന്നെ അവരുടെ സ്കിന്നിനുള്ളിലേക്കൊക്കെ പോയിട്ട്, അതായത് സ്കിന്നിൻ്റെയും ബീക്കിൻ്റെയും അകത്ത് ബറോ ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ തുരന്ന് പോകും. കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ ക്രസ്റ്റിനെ ഒന്ന് ഇളക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ഈ ബീക്കിനകത്തുനിന്നൊരു കുഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഈ സാധനം ഇങ്ങ് പുറത്തേക്ക് വരിക. അപ്പോൾ അതാണ് സ്കെയിലി ഫേസ് മൈറ്റ്സ്. അപ്പോൾ ഈ സ്കെയിലി ഫേസ് മൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫേസിൽ മാത്രമല്ല, പക്ഷികളുടെ ശരീരത്ത് ഈ തൂവലില്ലാത്ത സ്ഥലങ്ങളിൽ, നോർമലി കാലിലൊക്കെ ഈ സ്കെയിലി ഫേസ് മൈറ്റ്സ് വരാറുണ്ട്. അപ്പോൾ കൂടുതലും വരുന്നത് ഇവരുടെ ചുണ്ടിൻ്റെ മേൽഭാഗത്താണ്, മൂക്കിൻ്റെ ഭാഗത്താണ്. ലാസ്റ്റ് മൂക്കൊക്കെ അടഞ്ഞു പോകാം. അതുപോലെ തന്നെ അത് കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ പിന്നെയും വരാൻ സാധ്യതയുള്ളത് കാലിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ അവരുടെ കാഷ്ടം പോകുന്ന വെൻറ്റുകളിൽ, ഈ വെൻറ്റിൻ്റെ ഭാഗത്തും ഈ മൈറ്റ്സ് ഒത്തിരി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സ്കെയിൽ ലൈക്ക് ഫോർമേഷൻസ് വരും. ഇത് കുറച്ചുകൂടെ വലിയ പക്ഷികളിലാണെങ്കിൽ ഈ സ്കെയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആകുമ്പോൾ അവരതിനെ തന്നെ കൊത്തിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ മുറിവുകൾ ഉണ്ടാവാം. ഈ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതിലൂടെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ബാധിക്കാം. ഈ സെക്കൻഡറി ഇൻഫെക്ഷൻസൊക്കെ കൂടുതലായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ചുണ്ടിൻ്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ ബാധിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ബീക്ക് വേണമെങ്കിൽ ഇളകിപ്പോവാം. അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ നഷ്ടപ്പെടാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ മൈറ്റ്സ് ബാധിച്ചാൽ ഉണ്ടാവാം. ഇനി രണ്ടാമതായിട്ട് കാണുന്ന മൈറ്റ്സാണ് സ്കിൻ ആൻഡ് ഫെതർ മൈറ്റ്സ്. സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊലിപ്പുറത്തും അതുപോലെ തന്നെ ഫെതർ ഫോളിക്കിൾസിൻ്റെ ബേസിലായിട്ട് കാണുന്ന മൈറ്റ്സാണ് ഈ സ്കിൻ ആൻഡ് ഫെതർ മൈറ്റ്സ്. ഇവരും പറഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെയാണ്, ഇവരുടെ തൊലിപ്പുറത്ത് ജീവിക്കും. തൊലിപ്പുറത്ത് തന്നെ അതിൻ്റെ പുറത്തുനിന്ന് ഈ തൊലി ഭക്ഷിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിന്ന് ബ്ലഡ് ഊറ്റി കുടിച്ചിട്ടായിരിക്കും ഈ മൈറ്റ്സ് ജീവിക്കുന്നത്. അപ്പോൾ ഇത് ഫെതേഴ്സിൻ്റെ ബേസിലിരുന്നിട്ട് ഫെതേഴ്സിനെ കാർന്ന് തിന്നുന്നുണ്ടാവും. ഫെതേഴ്സിനെ തിന്നുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബേഡ്സിൻ്റെ ഫെതർ വല്ലാണ്ടം കുഴിയുന്നുണ്ടാവും. നോർമലി മോൾട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ബേഡ്സിന് ഒരു വർഷത്തിൽ 1-2 വട്ടം അവരുടെ സ്വന്തമായിട്ട് തൂവൽ പൊഴിച്ച് പുതിയ തൂവൽ വരുന്നതാണ് മോൾട്ടിങ്. ഈ മോൾട്ടിങ് അല്ലാണ്ട് വളരെയേറെ അധികമായിട്ട് ഫെദർ കട്ടായി പോകുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും കടിച്ചെടുത്തതുപോലെ ഫെദർ കട്ടായി പോകും. അങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ അവിടെ മൈസിൻ്റെ പ്രോബ്ലം ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൈസ് അവരുടെ ശരീരത്തിൽ ഒത്തിരി ഉണ്ടാകുമ്പോൾ ഇത് അവരുടെ ബ്ലഡും അല്ലെങ്കിൽ തോലൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേഡ്സ് ഭയങ്കരമായിട്ട് അനീമിക് ആവാറുണ്ട്. കാരണം അവരുടെ മേത്തുനിന്ന് ബ്ലഡ് ലോസ് വരുമ്പോൾ ബേഡ്സ് അനീമിക് ആവുമ്പോൾ ബേഡ് ഭയങ്കര ഫ്ലഫിയായി ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും. അവരുടെ നോർമൽ പ്രീണിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരു ഓയിലി ഗ്രന്ഥിയുണ്ട്. ഈ ഓയിലി ഗ്രന്ഥിയിൽ നിന്ന് അവർ ഓയിൽ എടുത്തിട്ട് അവരുടെ ഫെതേഴ്സ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അതിലെല്ലാം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അതിനാണ് പ്രീണിങ് എന്ന് പറയുക. അപ്പോൾ ഈ നോർമൽ പ്രീണിങ് അല്ലാണ്ട് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള മൈറ്റ്സിനാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ വൈൽഡ് ബേഡ്സുമായിട്ട് എക്സ്പോഷർ വരുന്ന ബേഡ്സിനൊക്കെ ഈ ഇങ്ങനെയുള്ള മൈറ്റ്സ് ഈ പുറത്തുനിന്നുള്ള ഈ സ്കിൻ ആൻഡ് ഫെദർ മൈറ്റ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി മൂന്നാമതായിട്ട് വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള മൈറ്റ്സാണ് ഈ എയർ സാക്ക് മൈറ്റ്സ്. ശരിക്കും ഇവരുടെ ശരീരത്തുള്ള ഈ മൈറ്റ്സ് തന്നെ ഇവരുടെ എയർ സാക്കിനകത്ത്, എയർ സാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷികളുടെ ശ്വാസകോശം. ഇപ്പം നമ്മളെ ശ്വാസകോശം നിന്ന് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് ഈ പക്ഷികളുടെ ശ്വാസകോശങ്ങൾ. അത് ശരിക്കും എയർ സാക്സ് ആണ്. ഈ സാക്സിനകത്തേക്ക്, അതായത് സാക്ക് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് ഇങ്ങനെ സഞ്ചികൾ പോലെ ഉണ്ടാവും. അപ്പോൾ ഈ സഞ്ചികളുടെ അകത്തേക്ക് ഈ മൈസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവാം. ഈ മൈസ് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവരുടെ ശരീരത്ത് എയർ സാക്കിൻ്റെ ആ എലാസ്റ്റിസിറ്റി പോവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ മൈസ് കൂടുതലായിട്ട് ഇങ്ങനെ കടിച്ചിട്ട് അതിൻ്റെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഉണ്ടാവും. സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് അവർക്ക് ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ എയർ സാക്ക് മൈറ്റ്സ് വന്നു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ അവർക്ക് ജലദോഷം പോലെ ഉണ്ടാവും. നമുക്ക് അവരെ നോക്കുമ്പോൾ അവർക്ക് മൂക്കൊലിപ്പൊക്കെ കാണാൻ പറ്റും. നമ്മളത് ചിലപ്പോൾ സാധാ ജലദോഷമാണ് തെറ്റിദ്ധരിച്ച് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും കൊടുക്കുക. ആൻറ്റിബയോട്ടിക്സ് കൊടുത്താലും നമുക്ക് ഈ ജലദോഷം നിൽക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ശ്രദ്ധിച്ചോളുക. അവിടെ പ്രശ്നക്കാർ ഈ മൈറ്റ്സ് ആവാം. അപ്പോൾ ഈ എയർ സാക്ക് മൈറ്റ്സ് ഉണ്ടോയെന്നുള്ളതിൻ്റെ ഒരു മേജർ ലക്ഷണമാണ് പക്ഷികൾ ഭയങ്കര സ്പീഡായിട്ട് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഈ ശ്വാസം എടുക്കുമ്പോൾ അവരുടെ വാലൊക്കെ ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ അവർക്ക് മൂക്കിനകത്ത് നിന്ന് ഡിസ്ചാർജസ് വരും, അതായത് മൂക്കൊലിപ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ മൂക്കൊലിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എയർ സാക്ക് മൈറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പക്ഷികൾ ഇങ്ങനെ വാ തുറന്ന് പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ഈ മൈറ്റ്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് ഈ 3 ടൈപ്പ് മൈറ്റ്സാണ് നമ്മളെ പക്ഷികളെ ബാധിക്കുന്നത്. അപ്പോൾ ഈ മൈറ്റ്സ് എങ്ങനെയാണ് നമ്മളെ പക്ഷികളിലേക്ക് ഇൻഫെക്റ്റ് ആവുക എന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് ബേഡ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കരമായിട്ട് ഡൗൺ ആകുമ്പോൾ. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം, കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാണ്ട് വരാം, അല്ലെങ്കിൽ ബേഡ് ഭയങ്കര സ്ട്രെസ്ഡ് കണ്ടീഷൻസിലിരിക്കാം. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി താഴേക്ക് പോകും. ഇമ്മ്യൂണിറ്റി താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ മൈറ്റ്സ് ഇൻഫെക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയൊക്കെ അവർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഫ് ഇൻ കേസ് നിങ്ങൾ ഡീവോമിങ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊബയോട്ടിക്സ് അവർ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഗട്ട് വെൽ എന്ന് പറഞ്ഞൊരു പ്രൊബയോട്ടിക് ഉണ്ട്. ഇതൊക്കെ വളരെ നോർമലായിട്ട് നമുക്ക് വെറ്റിനറി മെഡിക്കൽസിൽ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊബയോട്ടിക്സ്, സിൻബയോട്ടിക് പോലുള്ള പ്രൊബയോട്ടിക്സ് ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രൊബയോട്ടിക്സ് നമ്മൾ ഏതെങ്കിലും മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതിലൂടെ തന്നെ ബേഡ്സിൻ്റെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇനി വൃത്തിയില്ലായ്മ, നമ്മളെ കൂടുകൾ വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ഈ മൈറ്റ്സ് ഇരുന്ന് വളരാനുള്ള ചാൻസ് കൂടും. അത് നമ്മളെ പക്ഷികളുടെ ശരീരത്തെയും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മറ്റ് ഏവിയറിൽ നിന്ന് നമ്മൾ പക്ഷികളെ നമ്മുടെ ഏവിയറിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ക്വാറൻറ്റൈൻ ചെയ്ത് നമ്മളിത് ഈ മൈറ്റ്സിനുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്തിട്ടല്ല ഉള്ളിലേക്ക് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതിലൂടെ നമ്മുടെ ബേഡ്സിനും ഈ മൈറ്റ്സ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഔട്ട്ഡോറിൽ കേജ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള പക്ഷികൾ നമ്മുടെ പക്ഷികളുമായിട്ട് കോൺടാക്റ്റിൽ വരാം. അപ്പോൾ ഈ പക്ഷികളിൽ മൈറ്റ്സിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബേഡ്സിനും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ ഏവിയറീസിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഏവിയറി വിസിറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഏവിയറിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഡ്രസ്സൊന്നും മാറ്റാണ്ട് അതുപോലെ തന്നെ വന്ന് കയറുന്നുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എങ്ങാനും ഈ മൈറ്റ്സിൻ്റെ ഇൻഫെക്ഷൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പക്ഷികളിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് പറഞ്ഞുതരാം. ആ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈറ്റ്സിന് ശരിക്കും ഇതിനെതിരായിട്ടുള്ള ഇൻസെക്ടിസൈഡ്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് എഫക്റ്റീവായിട്ടൊരു സാധനമാണ് ഐവർമെക്റ്റിൻ സൊല്യൂഷൻസ്. ഇപ്പോൾ ഐവർമെക്റ്റിൻ സൊല്യൂഷൻസ് ഒത്തിരി നമുക്ക് വെറ്റിനറി മെഡിക്കൽസിൽ അവൈലബിൾ ആണ്. ശരിക്കും ഒരു വെറ്റിനറി ഡോക്ടറിൻ്റെ ഉപദേശത്തോടെ മാത്രം ഉള്ളിലേക്കുള്ള ഡോസേജ് കൊടുക്കുക, അല്ലാണ്ട് ഐവർമെക്റ്റിൻ ഉള്ളിലേക്ക് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ഐവർമെക്റ്റിൻ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കരുത്. പിന്നെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ്, അതായത് ബേഡ്സിൻ്റെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിനാണ് സ്കാറ്റ്. അപ്പോൾ ഈ സ്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിനകത്ത് വരുന്നത് മോക്സിഡക്റ്റിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് തന്നെയാണ്. ഇതിന് നമുക്ക് അവരുടെ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ സ്കിന്നിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ
ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ദിവസം നിൽക്കും. ബേഡ്സിൻ്റെ മേത്ത് ഈ മൈറ്റ്സ് വരാണ്ടിരിക്കാനും ഒരു പ്രിവെൻഷനായിട്ട് നമുക്ക് ഈ സ്കാറ്റ് യൂസ് ചെയ്യാം. അതുപോലെ വന്നു കഴിഞ്ഞാൽ ഈ സ്കെയിലി ഫേസ് മൈറ്റ്സോ എയർ സാക്ക് മൈറ്റ്സോ ഇങ്ങനെയുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് അവരുടെ സ്കിന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തരുന്ന ഒരു മെഡിസിനാണ് സ്കാറ്റ്. അപ്പോൾ അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സ്കാറ്റ് എങ്ങനെ ഇടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്കാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഒരു ബോട്ടിലാന്ന് വരാം. അപ്പോൾ ഈ ബോട്ടിൽ നിന്ന് നമുക്ക് ശരിക്കും ഡ്രോപ്പായിട്ടാണ് ഇത് ബേഡ്സിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊരു ചെറിയൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നതിനെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഡ്രോപ്പായിട്ട് ബേഡ്സിൻ്റെ മേളിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്കാറ്റ് എന്ന് പറയുന്നത് വിറ്റാഫാം എന്ന് പറഞ്ഞ കമ്പനിയുടെ മെഡിസിനാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും സ്കെയിലി ഫേസ് മൈറ്റ്സ് അതുപോലെ എയർ സാക്ക് മൈറ്റ്സ് ഇങ്ങനെയുള്ള മൈറ്റ്സ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പ്രത്യേകിച്ച് വരുന്ന എക്സ്ക്ലൂസീവ്ലി നമ്മുടെ ഓർണമെൻ്റൽ ബേഡ്സിന് വേണ്ടിയിട്ട് വരുന്ന മെഡിസിനാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും മോക്സിഡക്റ്റിൻ എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റാണ് വരുന്നത്. ഇതുപോലെ തന്നെ എഫക്റ്റീവായിട്ടൊരു കണ്ടൻറ്റാണ് ഐവർമെക്റ്റിൻ. അപ്പോൾ ഐവർമെക്റ്റിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് മോക്സിഡക്റ്റിൻ. അപ്പോൾ ഇതിൽ ശരിക്കും അവരതിൻ്റെ ഡയറക്ഷൻസ് പറയുന്നുണ്ട്. ഒരു 30 ഗ്രാം വരെ വെയിറ്റുള്ള ബേഡാണെങ്കിൽ അതിന് 1 ഡ്രോപ്പാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് 1 ഡ്രോപ്പ് എടുത്ത് നമുക്ക് ബേഡ്സിൻ്റെ തൈസിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ശരിക്കും 30 ഗ്രാമിന് മേളിൽ തൂക്കമുണ്ട്. നിയർലി 100 ഗ്രാമിന് അടുപ്പിച്ചിട്ട് വരെ തൂക്കമുള്ള ബേഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100 ഗ്രാം വരെ വെയിറ്റുള്ള ബേഡാണെങ്കിൽ നമ്മളവർക്ക് 30 to 100 ഗ്രാം ആണെങ്കിൽ നമ്മളവർക്ക് 2 ഡ്രോപ്പാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിലും കൂടുതൽ വെയിറ്റ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഡ്രോപ്പിൻ്റെ ഇത് കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ ശരിക്കും ബേഡ്സിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും വയ്ക്കുക. ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് എന്ന് പറയുമ്പോൾ കുറേ നാൾ നിൽക്കും. അപ്പോൾ ഇഫ് ഇൻ കേസ് നമ്മുടെ ബേഡ്സിന് ഈ മൈറ്റ്സ് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഫക്റ്റ് ചെയ്ത പാർട്സിൽ ഡയറക്റ്റായിട്ട് ഈ സൊല്യൂഷൻ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ബേഡ്സിൻ്റെ തൈസിലാണ് വെക്കേണ്ടത്. ഇത്തിരി കൂടെ വലിയ ബേഡ്സ്, ഇപ്പോൾ വലിയ പാരറ്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും അവരുടെ ഷോൾഡറിലോ അതിനെവിടെയെങ്കിലും വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെ ഒരു ബോട്ടിലാണ് വരിക. അപ്പോൾ ഇതിലും നമുക്ക് ഡ്രോപ്പായിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു ബോട്ടിലിന് 1500 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത്രയും പ്രൈസ് വരുന്ന ഒരു സാധനം നമുക്ക് ചുമ്മാ എടുത്ത് ഒഴിച്ച് കളഞ്ഞാൽ അത് കൂടുതലായിട്ട് പോകും. അതിൽ കൂടുതൽ ഡ്രോപ്പ് വീണ് കഴിഞ്ഞാൽ അത് ശരിക്കും ബേഡ്സിനെ നെഗറ്റീവായിട്ടും അഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഡ്രോപ്പായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിറിഞ്ച് യൂസ് ചെയ്യാം. സിറിഞ്ച് യൂസ് ചെയ്ത് ഇതിനകത്ത് വലിച്ചിട്ട് ആ സിറിഞ്ചിൽ നിന്ന് ഓരോ ഡ്രോപ്പായിട്ട് വേണമെങ്കിൽ ബേഡിൻ്റെ മേത്ത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു നോസിൽ ബോട്ടിലാക്കിയിട്ട് അതിലും നമുക്ക് ഡ്രോപ്പായിട്ട് ബേഡ്സിൻ്റെ മേത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ സ്കാറ്റിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ ഒരു നോസിൽ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് ഡ്രോപ്പായിട്ട് ബേഡിൻ്റെ മേത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ആഫ്രിക്കൻ ലവ് ബേഡാണ്. അപ്പോൾ ആഫ്രിക്കൻ ലവ് ബേഡ് എന്ന് പറയുമ്പോൾ ഒരു 100 ഗ്രാം ആ ഒരു ഇതിനകത്തെ വെയിറ്റ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് 2 ഡ്രോപ്പാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവരെ കറക്റ്റായിട്ട് ആദ്യം ഇങ്ങനെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ 2 വിരലിൻ്റെ ഇടയിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്ന് കടിയൊന്നും കിട്ടത്തില്ല. ഒത്തിരി പേര് ബേഡിനെ എങ്ങനെ പിടിക്കാമെന്ന് പറഞ്ഞ് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കടിക്കത്തൊന്നുമില്ല. ഇങ്ങനെ കയ്യിൽ ഹോൾഡായി കിടന്നോളും. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇവരുടെ കാലൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടുത്തെ തോലിങ്ങനെ വകഞ്ഞ് ഇവിടുത്തെ തൂവലിങ്ങനെ വകഞ്ഞ് വന്നിട്ട് തോല് കാണുന്ന രീതിയിൽ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് 2 ഡ്രോപ്പാണ് വെക്കേണ്ടത്. ഇവിടെ ഒന്ന് വെച്ചതിന് ശേഷം അടുത്ത കാലിലും ഇതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് വകഞ്ഞ് മാറ്റി അതിൻ്റെ തോല് കാണുന്നിടത്തേക്ക് ഒരു ഡ്രോപ്പ് വെച്ച് കൊടുക്കുക. ഒരു ഡ്രോപ്പ് വെച്ചിട്ട് ഇതിനിങ്ങനെ തുടച്ച് വിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ഡ്രോപ്പ് തന്നെ മതിയാവും. ബേഡ്സിൻ്റെ മേത്ത് ഇഫ് ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ ബോഡിയിൽ എവിടെ തന്നെ ഉണ്ടെങ്കിലും അവിടെ എല്ലാം ശരിക്കും ഈ മെഡിസിൻ്റെ എഫക്റ്റ് വരുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഇൻ കേസ് വേറെ എവിടെയെങ്കിലും അഫക്റ്റഡ് ആയിന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാലിലോ അല്ലെങ്കിൽ മുഖത്തോ എവിടെയെങ്കിലും മൈറ്റ്സിൻ്റെ പ്രോബ്ലം കണ്ടു എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരിക്കലും വെക്കാൻ പാടില്ല. വെക്കേണ്ടത് ഇങ്ങനെ തുടയിലോ തൈസിൽ തന്നെ വെക്കുക. ഇപ്പോൾ ഇത്തിരി കൂടെ വലിയ ബേഡ്സ് ആണെങ്കിൽ നമുക്ക് അവരുടെ ഷോൾഡറിനകത്ത് എന്ന് പറഞ്ഞാൽ ബേഡ്സ് പെട്ടെന്ന് അവരുടെ കൊണ്ടുവന്ന് എത്താത്ത സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നമുക്ക് വേണമെങ്കിലും ഈ ഡ്രോപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്കാറ്റിൻ്റെ യൂസേജ് നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഇനി അത് നിങ്ങൾക്ക് ഈ സ്കാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരുടെ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന ക്രസ്റ്റുകളുടെ പുറത്തൊന്നും നേരിട്ട് വെക്കാൻ പാടില്ല. അല്ലാണ്ട് അവരുടെ തൈസിലോ അങ്ങനെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സ്കിൻ ഏരിയയിലാണ് വെച്ച് കൊടുക്കുക. അത് അവിടെ നിന്ന് ബാക്കി എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആയിക്കോളും ഈ മെഡിസിൻ. അപ്പോൾ നമുക്ക് അവരുടെ ഈ ക്രസ്റ്റ് പോലുള്ള ഫോർമേഷൻ, ഈ മെയിനായിട്ട് ഈ ബഡ്ജീസിനൊക്കെയാണ് ഈ ക്രസ്റ്റൊക്കെ ഭയങ്കരമായിട്ട് ഫോം ചെയ്യുക. അവരുടെ ചുണ്ടിൻ്റെ പുറത്ത് ബീക്കിൻ്റെ പുറത്ത് ഭയങ്കരമായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പെട്രോളിയം ജെല്ലീസൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ ഈ വാസലിൻ പോലുള്ള പെട്രോളിയം ജെല്ലി ഇത് നമുക്ക് അവരുടെ പുറത്തേക്ക് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ ഈ മൈറ്റ്സ് ഈസി ആയിട്ടൊന്ന് ഇളകി പോകാനായിട്ട് ഈ വാസലിനൊക്കെ സഹായിക്കും. പിന്നെ ഈ മൈറ്റ്സ് കാരണം ബേഡ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ മൈറ്റ്സ് ഭയങ്കര സ്കിന്നിനുള്ളിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് തുറന്നു കഴിഞ്ഞാൽ അവിടെയും മുറിവൊക്കെ ഉണ്ടായി ഇൻഫെക്ഷൻസ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലൂടെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് തടയുന്നതിനായി നമുക്ക് എന്ത് ചെയ്യാം, ഈ മുറിവൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് മഞ്ഞപ്പൊടിയും
ആര്യവേപ്പിലയും കൂടെ അരച്ച് ചേർത്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് നല്ല എഫക്റ്റീവായിട്ടൊരു മെഡിസിനായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ നിയോമൈസിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് വെറ്റിനറി മെഡിക്കൽസിൽ തന്നെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ്സ് അവിടെ ഈ മുറിവുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്താലും മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓയിൻമെൻറ്റ്സ് ഒക്കെ ആകുമ്പോൾ ഇവരുടെ മുറിവൊക്കെ ഉണങ്ങി കഴിയും. പിന്നെ അടുത്ത പുതിയ തോല അവിടെ വരുന്നുണ്ടാവും. അപ്പോൾ ഈ തോലൊക്കെ പുതുതായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിറ്റാമിൻ എ ക്യാപ്സ്യൂൾസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂൾസ് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഈ ക്യാപ്സ്യൂൾ എടുത്തിട്ട് അതിലൊരു നീഡിൽ വെച്ചൊരു ചെറിയൊരു ഓട്ട ഉണ്ടാക്കി ഒരു ഡ്രോപ്പ് നേരിട്ട് കിളിയുടെ വായിലേക്ക് കൊടുക്കുക. കാരണം ഈ വിറ്റാമിൻ എ ഒക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുത്താൽ അത്ര എഫക്റ്റീവ് അല്ല. ഇത് നമുക്ക് നേരിട്ട് കിളിയുടെ വായിലേക്ക് ഒരു ഡ്രോപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ അഫക്റ്റായ ബേഡ്സ് ആണെങ്കിൽ വേഗം റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ഈ വിറ്റാമിൻ എ ക്യാപ്സ്യൂൾസ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വിറ്റാമിൻ എ നമ്മളെ ഭക്ഷണത്തിൽ ഏതെങ്കിലും സോഫ്റ്റ് ഫുഡിൽ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെയുള്ള ഈ മൈറ്റ്സിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ മൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന മാക്സിമം കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒത്തിരി പേര് എനിക്ക് വാട്സാപ്പിലും അല്ലെങ്കിൽ ഡൗട്ട്സൊക്കെ ചോദിക്കാനായിട്ടും കോൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എല്ലാ സമയത്തും ഞാൻ അവൈലബിൾ ആവണമെന്നില്ല. അപ്പോൾ കഴിയുന്നതും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിലായാലും ഇപ്പോൾ എനിക്ക് എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാനും പറ്റുന്നില്ല. ഒത്തിരി മെസ്സേജ് വരുന്നതുകൊണ്ട് പെട്ടെന്ന് കാണുന്ന മെസ്സേജസിന് മാത്രമേ എനിക്ക് റിപ്ലൈ ചെയ്യാനും പറ്റുന്നുള്ളൂ. നമുക്ക് കഴിയുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നമുക്ക് അതിന് വൈഡർ വിസിബിലിറ്റി കിട്ടും. എങ്ങനെയാ വെച്ചാൽ വേറെയും ആൾക്കാർ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കറിയാമെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ആൻസേഴ്സ് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കഴിയുന്നതും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. താങ്ക്